നമസ്കാരം. മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2017 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു. ഉത്രാടം നക്ഷത്രക്കാർ പൊതുവെ വിനയമുള്ളവരായിരിക്കും. ഇവർക്ക് ശത്രുക്കൾ ഏറെയുണ്ടാകും. ഒരു കാര്യത്തിലും ഉപേക്ഷ സഹിക്കാത്ത ഇവർ സമയത്തിന് വലിയ വില കൽപ്പിക്കുന്നവരാണ്. അഭിമാനികളായ ഈ നക്ഷത്രക്കാർ വിദ്വാൻമാരുമായിരിക്കും. ചില സമയങ്ങളിൽ ചീത്ത സ്വഭാവവും പുറത്തെടുത്തെന്ന് വരാം. ദുരിതമനുഭവിക്കുന്നവരോട് കരുണ കാണിക്കുന്നവരായിരിക്കും. സ്ത്രീകൾ സൗന്ദര്യവും വിനയവും പ്രശസ്തിയും ഉള്ളവരായിരിക്കും. ഇനി ഈ വർഷത്തെ നക്ഷത്രഫലത്തെ പറയുന്നു. ഉത്രാടം നക്ഷത്രം ധനുക്കൂറുകാർക്ക് ഈ വർഷം ഗുണദോഷ മിശ്രവും മകരക്കൂറിന് ഏറ്റവും ഗുണമായ വർഷവുമാകുന്നു. ഇഷ്ടവിഷയത്തിൽ ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. അലസത കാരണം ധനനഷ്ടം സംഭവിക്കും. മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറയുന്നതാണ്. സന്താനങ്ങളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാം. ശത്രുശല്യം വർദ്ധിക്കും. പുണ്യക്ഷേത്ര ദർശനത്തിന് സാധ്യതയുണ്ട്. ഭൂമി ഇടപാടിൽ ലാഭം പ്രതീക്ഷിക്കാം. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും. അഗ്നി, ആയുധം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കുടുംബത്തിൽ ഐക്യമുണ്ടാകും. വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് സാധ്യതകൾ വന്നു ചേരും. കൂട്ടുകച്ചവടം വേർപിരിയാൻ സാധ്യതയുണ്ട്. വിശ്വാസവഞ്ചനയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. സ്വയം തൊഴിലിൽ ഏർപ്പെട്ടവർക്ക് അനുകൂല സമയമാണ്. വസ്തുവകകളിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം. കാര്യം നടക്കാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. ദൂരദേശത്തുള്ളവരുമായി ബിസിനസ്സിൽ ചേർന്ന് പ്രവർത്തിക്കാൻ അവസരമൊരുങ്ങും. ഹോട്ടൽ, കൂൾ ബാർ എന്നീ സ്ഥാപനമുള്ളവർക്ക് വ്യാപാരത്തിൽ നഷ്ടം സംഭവിച്ചേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ ഗുണമുണ്ടാകും. സുഹൃത്ത് ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയേക്കാം. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള കുടിശ്ശിക ലഭിക്കും. പുതിയ വീട്, വാഹനം എന്നിവ അധീനതയിലാകും. വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പല അപകടങ്ങളും വന്നുപെടും. മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാരാധനകളാൽ സാധിക്കും. ഉദ്യോഗമന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമാകും. പുതിയ സംരംഭങ്ങൾക്ക് പണം മുടക്കുന്നത് അഭികാമ്യമല്ല. അമിത വേഗതയിലുള്ള വാഹന ഉപയോഗം ഉപേക്ഷിക്കണം. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും ഔദ്യോഗികമായും യാത്രാക്ലേശം വർദ്ധിക്കും. അധ്വാന ഭാരത്താൽ പലപ്പോഴും അവധിയെടുക്കുവാൻ ഇടവരും. ധനകാര്യ സ്ഥാപനത്തിൻ്റെ സഹായത്തോടുകൂടി ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. നിസാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. അശ്രാന്ത പരിശ്രമത്താലും അഹോരാത്രം പ്രവർത്തിക്കുന്നതിനാലും കർമ്മ മേഖലകളിൽ ഏറെക്കുറെ അനുകൂല സാഹചര്യം വന്നുചേരും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയിക്കും. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം വർദ്ധിക്കുമെങ്കിലും സമന്വയ സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കും. ദാമ്പത്യ ബന്ധത്തിന് പ്രാരംഭത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവത്താൽ ആശ്വാസവും ഐക്യതയും ഉണ്ടാകും. ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും. കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും. സമചിത്തതയോടുകൂടിയ സമീപനത്താൽ സർവകാര്യ വിജയം ഉണ്ടാകും. ബന്ധുക്കളുമായി രമ്യതയിലെത്തുവാൻ അവസരമുണ്ടാകും. പണം കൈകാര്യം ചെയ്യുന്നതിൽ നിയന്ത്രണവും സൂക്ഷ്മതയും വേണം. ഉത്രാടം നക്ഷത്രത്തിന് പുണർദം വേദമാണ്. ധനുക്കൂറിന് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകളും മകരക്കൂറിന് മകം, പൂരം, ഉത്രം എന്നീ നാളുകളും ശുഭകാര്യങ്ങൾക്ക് നന്നല്ല. വിശ്വദേവകളാണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ദേവത. ഭൂതം വായുവാകുന്നു. വൃക്ഷം പ്ലാവ്. പക്ഷി കോഴിയും മൃഗം കാളയുമാണ്. ഇതിൻ പ്രകാരം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസ്സും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ്.